ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് എന്നൊക്കെ കുറേ മാഷാഅല്ലാഹ് ചെല്ലാനുണ്ട്, കുറേ ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നിങ്ങൾ ചെല്ലുന്നു തള്ളണ്ട തള്ളുന്നല്ല, സത്യം പറയാൻ. മാഷാഅല്ലാഹ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇപ്പോൾ കുറേ ദിവസമായില്ല ഇടാതെ, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ ഇടാത്തതുകൊണ്ട് തന്നെ കുറേ ആൾ പേഴ്സണിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടാതെ, വീഡിയോ നിർത്തിയാ, അപ്പോൾ വീഡിയോ നിർത്തണ്ട, നല്ല വാങ്ങണ്ട, നോക്കാൻ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, അങ്ങനെ കുറേ ആൾ മെസ്സേജ് അയച്ചിന്. മെസ്സേജ് അയച്ചവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് നിർത്തിയിട്ടില്ല, കുറച്ച് തിരക്കായതുകൊണ്ട് ഇടാതെ. പിന്നെ ഇടും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ചെല്ലാം എന്ത് ചെയ്യേ, ഒരാഴ്ചയെല്ലാം കഴിഞ്ഞെന്ന് തോന്നിട്ടിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന അതേ സംഭവം തന്നെ പറയാനുള്ളത്, തിരക്കന്നെ. അപ്പോൾ നമ്മൾ രാവിലെ എണിച്ച് നിസ്കാരവും ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മഴയുണ്ട്, നല്ല മഴയിൽ അത് അടമഴ വരുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ നോക്കിയിട്ട് ആ മഴ ആസ്വദിച്ചിട്ട് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലേ എന്ത് കഥയൊന്നുമില്ലെങ്കിലേ നമ്മളിപ്പോൾ ഈ അപ്പങ്ങളും കാര്യങ്ങളായിട്ട് തിരക്കന്നല്ലേ, അല്ലെങ്കിൽ തിരക്ക് മാഷാഅല്ലാഹ്. ഇപ്പോൾ ഇൻസ്റ്റയിൽ വലിയെല്ലാം ഇട്ടുകൊണ്ടില്ലേ, ഇൻസ്റ്റയിൽ ഭയങ്കരത്തിൽ മാഷാഅല്ലാഹ് അപ്പത്തിൻ്റെ ഓർഡർ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളല്ലെങ്കിൽ ഓൾറെഡി 4 ആളായി. അപ്പോൾ റെഡിയാക്കുന്നത് ഞാൻ, ബാബി, ഉമ്മാനി, എൻ്റെ ഓൾ അങ്ങനെ. പക്ഷേ ഇപ്പോൾ 4 ആളൊന്നും ചെയ്യാതെ പോലെ ഉണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രാ 2 ആളെയും കൂടി കൂട്ടിയിട്ടുണ്ട്. അത് അരി എങ്ങനെ എന്തോ നിങ്ങൾ ചോദിക്കണ്ട, അത് അങ്ങനെ വീഡിയോയിൽ കാണിക്കാനൊന്നും കഴിയാത്ത ആൾക്കാർ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ കുറേ അപ്പത്തിൻ്റെ ഓർഡർ വരുന്നത് ഇത് തന്നെ, ഗൾഫിലേക്കുള്ള അപ്പം ഇല്ലേ, ഈ വേള ചട്ടിപ്പത്തിൽ സീറോട്ട് നമ്മൾ ഈ കാസർഗോഡ് കൊടുത്തപ്പോൾ. പക്ഷേ ദൂരത്തെല്ലാം ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്നതുകൊണ്ട് തന്നെ ഓർക്ക് ഇതെന്തെന്ന് വരെ അറിയുന്നില്ല ഇതിൻ്റെ കഥ. അങ്ങനെ കുറേ ആൾക്ക് ഞാൻ കൊറിയർ അയച്ചു കൊടുത്തിന്. ഇപ്പോൾ മുമ്പ് ഞാൻ കൊറിയറിൻ്റെ ഭാഗത്ത് നിൽക്കലില്ല, ഞങ്ങൾക്ക് ഒരു തലവേദന പോലെ ആയിക്കൊണ്ടായി, എന്തെന്ന് കുറിച്ച് നേരെ അറിയാത്തതുകൊണ്ട് തന്നെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എന്ത് പണിയില്ല കൊറിയർ അയക്കാൻ. നമ്മൾ അതിൻ്റെ ഈ ഫീൽഡിലേക്ക് പോയിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ കഥ അറിയുന്നത്. എന്ത് പണിയില്ല, പാക്കാക്കിയിട്ട് കൊടുത്താൽ മതി, ഓർ കൊണ്ടുപോയിട്ട് കൊടുത്തോളൂ. കൊറിയർ ചാർജ് ഓർഡർ ആക്കുന്നവർ തന്നെ തരുന്നു, പിന്നെ നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ഇപ്പോൾ കൊറിയർ ആക്കുന്നത് വലിയ സംഭവമേ അല്ല അറിഞ്ഞാൽ. അങ്ങനെ അതെല്ലാം ഇതായിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ അളപ്പാൻ്റെ മോളടുക്കെല്ലാം പോയിട്ടുണ്ടായി, അതിൻ്റെ കഥയും ആ സ്റ്റോറിയും എല്ലാം നോക്കാവേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിട്ടാകുമ്പോൾ മക്കൾക്ക് ചോറ് കൊടുക്കുന്നതും അഴ പുളിസാക്കുന്നതും ഓംപ്ലേറ്റ് ആക്കുന്ന എല്ലാം തിരക്കില്ലേ. അപ്പം ഞാൻ പോയിട്ട് നമുക്ക് പാത്രവും ചട്ടിയും കണ്ടെങ്കിൽ പിന്നെ അവിടെ പോണില്ല ഞാൻ. പിന്നെ വേറെ ഒന്നും വേണ്ട, എനിക്ക് അതന്നെ മതി. അങ്ങനെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ എൻ്റെ മുള പൊരയും അപ്പോൾ എൻ്റെ ചേലും ചന്തവും മാഷാഅല്ലാഹ് വെറൈറ്റി പാത്രങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നോക്ക്. എൻ്റെ ഇടയിൽ നമ്മളെ കഥയും പറയാം. അപ്പോൾ ഇപ്പോൾ കൊറിയർ അയക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ കവറിലൊന്നും അളവോറ് പറഞ്ഞിന്, കവറിലിട്ട് തന്നെങ്കിൽ പ്രശ്നമില്ലാന്ന്. പക്ഷെ നമുക്ക് ഈ ചെറിയ കവറൊന്നും ചെയ്യുന്നില്ല, നമ്മളിങ്ങനത്തെ അപ്പങ്ങളല്ലേ. അപ്പോൾ വലിയ ബോക്സ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടിയിരുന്നു. 3 കിലോ 4 കിലോ 3 കിലോ 4 കിലോ അങ്ങനെയാണ് ഓർഡർ വരുന്നത്. കുറേ അടുത്തേക്ക് മറ്റേ ഇതറിയോ സംഭവം, എറണാകുളം, ചെന്നൈ, കോഴിക്കോട്, ബാംഗ്ലൂർ, അങ്ങനെയെല്ലാം ഇങ്ങനെ ഓരോരോ ഞാൻ കുറേ എഴുതിയിട്ട് വെച്ചിന്. ഫസ്റ്റ് ആകുമ്പോൾ എഴുതിയിട്ട് വെക്കും, പിന്നെ ഇതിനെ മാത്രമില്ല മൈൻഡ് ആക്കല. ഇപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് എഴുതിയിട്ട് വെക്കാൻ അങ്ങനെ. അപ്പോൾ ഈ കോഴിക്കോട് ആ ഭാഗത്തല്ലേ ഒരു ദിവസവും പുട്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ കിട്ടുന്നു. ചെന്നൈ, ബോംബെ അങ്ങോട്ടേക്കല്ലേ ഇല്ലേ 3-4 ദിവസവും അതിനും തോന്നും. അത് പിന്നെ എത്ര സമയം പ്രശ്നമില്ല, പെരുന്നാൻ്റെ അപ്പങ്ങളല്ലേ, 1 മാസം വെച്ചെങ്കും പ്രശ്നമില്ല. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് മാഷാഅല്ലാഹ് കൊണ്ടുപോയവർക്കെല്ലാം ഭയങ്കര അഭിപ്രായം. നല്ല ഉണ്ട് തന്നെയാണ് പറയുന്നത്. മാഷാഅല്ലാഹ്. അപ്പോൾ പിന്നെന്താ ഇപ്പം വന്നിട്ട് കുറേ ചെർക്കള, ഉപ്പള, മറ്റേ മാംഗ്ലൂർ, പിന്നെ തൊക്കോട്, ബീരിയ, അങ്ങനത്തെ ഒരു സ്ഥലം നമുക്കറിയാത്ത സ്ഥലം, അവിടെ നിന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിന് ഇനി കുറച്ച് ബൾക്കായിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ഒറ്റയടിക്ക് ഡെലിവറി ആക്കാന്നിട്ടില്ലേ, അങ്ങനെ ഒരു തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് അയക്കുന്നതിനേക്കാളും നമ്മൾ ബൾക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ചെർക്കള, കാഞ്ഞങ്ങാട് ആ ഭാഗത്തേക്ക് അങ്ങനെ ഈ ഓർഡറിൻ്റെ ഇടയിൽ നമ്മൾ അളാപ്പാൻ്റെ മോളടുക്ക് പോയിട്ടുണ്ടായി. അവിടെ പോയിട്ട് അവിടെ കുറച്ച് ബിസിയാക്കി, അവിടെ ചിരിയും കളിയും ഗോജെല്ലാം അതിന് ശേഷം ഇല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ അത്ര തന്നെ ഉണ്ടായിന്. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് പിന്നെ നമ്മൾ വന്നത്. പിന്നെ കുറേ ടൈം നിൽക്കാനും ഇതാക്കാനും കഴിയുന്നില്ല, ഓർഡറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ.
പിന്നെ മെയിനായിട്ട് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഫസ്റ്റ് ഒരു ഡൗട്ട് ചോദിക്കാൻ എന്തറിയോ, എങ്ങനെ ചെയ്യുന്നത്, മടിയാന്നില്ലേ, കുറേ പണിയാന്നില്ലേ, നമുക്ക് വരേണ്ട പണിയെടുക്കാൻ തന്നെ കഴിയുന്നില്ലല്ലോ. പിന്നെ ഇതും വരെയും മക്കൾ ഇപ്പം നമ്മളെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഓർ നോക്കിയത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ പറയാണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഓർ എന്നെ പറയുന്നുണ്ട് ഇങ്ങോട്ട് നമുക്ക് വരേണ്ട മക്കളെയും കാര്യം നോക്കാൻ കഴിയുന്നില്ല, അതും പൊരയും മക്കൾ മാപ്പിള അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ മസാല യൂട്യൂബ് എങ്ങനെ എന്നിട്ട് ഓർ എന്നെ ഭയങ്കരത്തിലുണ്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് സംഭവം എന്തെന്നില്ലെങ്കിൽ നല്ല പണിയുണ്ട്, നല്ല വിനയുണ്ട്, നടുപൊളിയുന്ന പണിയാണ് എടുക്കുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെടണം ഇങ്ങനെല്ലാം ആയിട്ട് സെറ്റായിട്ട് കിട്ടണമെങ്കിൽ. സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഫുഡാക്കുന്നതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുങ്ങനായിട്ട് വന്നതാണ് തന്നെ കിച്ചണിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ആയിട്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ എടുത്തെടുത്തിട്ടൊരു ശീലമായതുകൊണ്ട് തന്നെ പിന്നെ ഹെൽപ്പിന് നമുക്ക് കുറേ ആളുണ്ടല്ലോ. നമ്മളിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് എണ്ണയിലിടുന്ന പണി മാത്രമാണ് ഇപ്പോൾ മാഷാല്ലാ. ഇപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടിയത് കൊണ്ട് തന്നെ ഇല്ലേ വലിയ പണിയും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. സംഭവം എന്തില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കിച്ചണത്തെ ഒരേ പണി നമ്മൾ എടുക്കുകയില്ല. ക്ലീനിങ് ആക്കാനും ഇതാക്കാനും എല്ലാം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യമല്ലേ അത് നമ്മൾ കിച്ചണിൽ ചെയ്താൽ മതി. അതും അങ്ങനെ ഫുഡാക്കിയിട്ടായിട്ട് അതിനെ ക്ലീൻ ആക്കാനും ആളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേ ക്ലീനിങ് കാര്യങ്ങളൊന്നും ടെൻഷനില്ല. നമ്മൾ ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്തുണ്ട് ഇങ്ങനെ ചെള്ളി കൊടുത്താൽ മതി. പിന്നെ എണ്ണയിലിട്ടിട്ട് എടുക്കുന്നത് എണ്ണൻ്റെ അപ്പത്തിൻ്റെ സംഭവം അതെല്ലാം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ. പിന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം ചെയ്യുമ്പോൾക്ക് ബാബി ഉമ്മ അവരെല്ലാം കട്ടാക്കിയിട്ടും അതിനെ ബോൾസാക്കിയിട്ടും അതിനെ ഡിപ്പാക്കിയിട്ടെല്ലാം തരും. എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സംഭവം ഞാൻ ചെയ്യൽ. അതവർക്ക് അത്ര സെറ്റാകുന്നില്ല, പൊടിയാന്ന് ഭാവിക്കെല്ലാം എണ്ണക്കിടാൻ അങ്ങനെ. പിന്നെന്താ കുറേ ആൾക്ക് കുറേ ഡൗട്ടുണ്ട്. ഇപ്പം നമ്മൾ മുമ്പ് വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഡൗട്ടുണ്ട് കുറേ ആൾക്ക്. അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട് ഈ ഓർഡറിൻ്റെ ഇടയിൽ പോകുന്നതെങ്ങനെ, വരുന്നതെങ്ങനെ, അങ്ങനെ ആക്കുന്നതെങ്ങനെ, ഇങ്ങനെ അങ്ങനത്തെ എന്തെല്ലോ ചോദിക്കുന്നത്. അത് നമുക്ക് രാവിലെ ഒരു വെയിറ്റോളം ഓർഡർ ഉണ്ടാവും. ആ ഓർഡർ കഴിഞ്ഞിട്ട് ആ വൈകുന്നേരം ഒരു ഫ്രീ ടൈമിൽ ഒന്ന് കറങ്ങിയിട്ടെല്ലാം വരും. പിന്നെ നമ്മൾ മാപ്പിള ചെല്ലുമ്പോൾ അല്ലേ കിച്ചണിൽ തന്നെ നമുക്ക് നിന്നെങ്കിൽ നമുക്കൊരു മടുപ്പാവും. അതായത് നമ്മൾ ചമ്മാൻ്റെ പോയിട്ട് അളപ്പാൻ്റെ മോളോടെ പോയിട്ട് വരുമ്പോൾ നമ്മളെ മൂത്തമ്മാൻ്റെ മോൻ്റെ തട്ടുകടയിലെല്ലാം കയറിയിട്ടുണ്ടായി. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. നേരെ വൈകുന്നേരം ഓർഡർ കൊടുത്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടല്ലേ വരും. ഒരു മെയിൻ്റെല്ലാം ഒന്ന് ഫ്രീ ആവും. പിന്നെ ആ കിച്ചണിൽ തന്നെ നമുക്ക് ഭ്രാന്ത് കൊടുക്കും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് സ്റ്റാളിടുന്ന, ഹോട്ടലിടുന്ന, നമ്മൾ ചെയ്തു തരാം, നിങ്ങൾ ഇതാക്കുന്ന, അങ്ങനെ ഒരാൾ കമൻ്റ് അയക്കുന്നുണ്ട്. സോറി ഞങ്ങൾക്ക് ഹോട്ടലിടാൻ തീരെ താല്പര്യമില്ല. നമ്മളെ പോലെ തന്നെ മാഷാല്ലാ അത്യാവശ്യത്തിലധികം ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടലാകുമ്പോൾ പിന്നെ ഡെയിലി പണിയെടുത്തിട്ടില്ലേ നമ്മൾ ആ ഫുഡിനോടുള്ള ആ ഒരു ഇഷ്ടേ പോയി പോകും. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ ഹോട്ടലിൽ ഒരിക്കലും ഇടുന്നില്ല എന്ന് തന്നെ തീരുമാനം. പിന്നെ ഇൻഷാല്ലാ അറിയില്ല അല്ലേ അങ്ങനെ. അപ്പോൾ ഈ പുരയിലാകുമ്പോൾ നമുക്കൊരു ഓർഡർ എടുക്കാം, പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കുക, പിറ്റേ ദിവസം ക്ലീൻ ആക്കുക, എന്നിട്ട് ഉറക്കും കാര്യങ്ങളെല്ലാം സെറ്റായതിനു ശേഷം പിറ്റേ ദിവസം ഒരു ഓർഡർ എടുക്കുക. അങ്ങനെയാണ്. പിന്നെ ഹോട്ടലാകുമ്പോൾ നമ്മൾ ഡെയിലി പണിയെടുക്കണ്ടേ, അത് വേണ്ട, നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ, അത് മതി അങ്ങനെ. ഇത് കഥ എന്താ അറിയോ, ഓർമ്മ നാട്ടിൽ വന്നിട്ട് ഏടക്ക് പോയിട്ടുണ്ടായിട്ടില്ല ഓർഡറിലുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ മച്ചുഞ്ചിൻ്റെ പോകാനുണ്ട്, ഞമ്മ മാമാനയുടെ പോയിട്ടുണ്ടായി. പിന്നെ മുഹറം 9-10 നോമ്പ് തുറൻ്റെ ഇല്ലേ അതൊന്നും ഇടാൻ കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി. അപ്ലോഡ് ആക്കാൻ ടൈം പറ്റില്ല. അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. മുഹറം 9-10 മാത്രമല്ല, മുഹറം 8 നോക്കിയിട്ടുണ്ടായിന് എല്ലാവരുടെ പേരിൽ 8, 9, 10 മാഷാഅല്ലാഹ്. അങ്ങനെ നോമ്പ് തുറക്കൽ അതിൽ 2 ദിവസം നമ്മൾ പോരല്ലേ തുറന്നത്, ഒരു ദിവസം നമ്മളെ മാമാനയുടെ തുറന്നതാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടായി, നമ്മൾ പെരക്കാറും മാവാവി എല്ലാവരും അങ്ങനെ നോമ്പെല്ലാം തുറന്നിട്ടെല്ലാം വന്നതാണ്. ഇതിപ്പോൾ പോകുന്നത് മച്ചുഞ്ചിനയുടെ പോകുന്നത് എപ്പോഴും അങ്ങനെ ഓർഡറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലേറ്റ് നമ്മൾ രാത്രി തന്നെയാണ് പുറത്ത് പോലും. അധികമാകുമ്പോൾ ചൂടിൻ്റെ പ്രശ്നവുമില്ല. പിന്നെ നല്ലൊരു രാത്രിയാകുമ്പോൾ നല്ലൊരു മജയാണ്. എന്ത് അതന്നെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം നല്ല മഴ ഉണ്ടല്ലോ, നല്ല ക്ലൈമറ്റ് അല്ലേ അങ്ങനെ. അപ്പോൾ പിന്നെന്താ മച്ചുഞ്ചിനയുടെ പോയി ജ്യൂസെല്ലാം കുടിച്ചു, പിന്നെ ചായ കുടിച്ചു. പിന്നെന്താ ആങ്ങൾക്ക് ഏറ്റവും നല്ല നാടൻ ചക്കപ്പയല്ലേ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് പത്തിട്ട് അങ്ങനെ ഞാനിങ്ങനെ ആങ്ങൾക്ക് പിരിസത്തിലെടുത്ത് ചെല്ലയിൽ ഞാൻ ഇങ്ങനെ കൊണ്ടെടുക്കുന്നുണ്ട് അസ്രുവിന്. അങ്ങനെ ചക്കപ്പയം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ നമ്മൾ വന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് മയതിന് ഭയങ്കര കളിയാണെന്ന് പറഞ്ഞാൽ മാഷാഅല്ലാഹ്. അപ്പോൾ മയതിൻ്റെ വീഡിയോയിലും മാഷാഅല്ലാഹ് ഇപ്പോൾ ഭയങ്കരത്തിൽ വൈറലായിട്ടുണ്ടായി. നമ്മൾ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഞാൻ അൻഷാൻ്റെ പാട്ട് മയത് ജസ്റ്റ് 2 പേരിപ്പോൾ
ഒരു മൂളിയിട്ടാകുമ്പോൾക്ക് നല്ല വാങ്ങല കയറിന വീഡിയോ ഏകദേശം ഒരു 5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഇൻസ്റ്റ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്കാക്കി നോക്കാം. ഇൻസ്റ്റ ഇല്ലാത്തവരെങ്കിൽ ഇൻസ്റ്റയിൽ ഡൗൺലോഡ് ആക്കിയിട്ട് വെക്ക്. അപ്പോൾ കുറേ ആൾ പറയുന്നുണ്ടാവുക ഞങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ല, നീ ഇൻസ്റ്റയിൽ മാത്രം ഇടണ്ട, ഇൻസ്റ്റ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഥ എന്താ അറിയുന്നില്ല, വീഡിയോ വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്ന്. അപ്പോൾ ഇൻസ്റ്റ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇല്ലേ എനിക്കും അതറിയില്ല. ഞാൻ ഇൻസ്റ്റാൻ്റെ മുമ്പെന്തോ ഉണ്ടായിന് ഞാൻ അതിൽ കയറൽ കുറേ വാങ്ങി. നമ്മൾ ഇൻസ്റ്റ കയറുമ്പോൾ ഒരാൾക്ക് ഡൗട്ടുണ്ട്, ഇൻസ്റ്റയിൽ പേടിയുണ്ട്, മാപ്പിളന്മാരെടുക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ ഏത് ഭാഗത്തിൽ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്ക് ഇങ്ങനെയെല്ലാം നല്ല കാര്യങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അതിലുണ്ട്. നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല, നമ്മൾ നല്ല കാര്യം തന്നെ ചെയ്തുകൊണ്ട് പോവാം അല്ലേ. അപ്പോൾ ഇൻസ്റ്റ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾ നേരെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും നേരെ ഉണ്ടാവും അല്ലേ. മാഷാ അല്ലാ. അങ്ങനെ എല്ലാവരും നല്ല നിലയിൽ പോകാനല്ലേ പഠിച്ചവൻ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതെന്താ അറിയോ, മച്ചുഞ്ചിൻ്റെ മോളെ ബെഡ്റൂമാണ്. ഇതാ അവൾ ഭയങ്കര പഠിപ്പിയായെന്ന് പറഞ്ഞാൽ മച്ചുഞ്ചിൻ്റെ മോള് മാഷാ അല്ലാ ഒരു പുസ്തകം എപ്പോഴും എന്നല്ല പറയാം, അങ്ങനത്തതാണ്. വായിക്കുന്നതും പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് മാഷാ അല്ലാ ഒക്കെ ഇഷ്ടം. അങ്ങനെ പഠിച്ച് ഭയങ്കരത്തിൽ പഠിച്ചിന്. എന്നിട്ട് ഇപ്പോൾ കാനഡയിൽ പോയിട്ട് അവിടെ സെറ്റിലായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ജോബും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, സെറ്റായിട്ടില്ല. ഇൻഷാ അല്ലാ ആയിട്ടാകുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം അവളെ. അങ്ങനെതാ അതിൻ്റെ ഇടയിൽ കുറേ മെഹദിന് പനി, മാപ്പിൾക്ക് പനി, മിതാദിന് പനി, മിന്നുവിന് പനി, എല്ലായിട്ട് പനി, ജലദോഷവും ഞങ്ങൾക്ക് പനി. അങ്ങനെ മെഹദിന് ലൂസ് മോഷനും വോമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ കുറേ ബേജാറും പീഡ്സിൻ്റെത് വന്ന് മുണ്ടാതായി, അതിൻ്റെ പീഡ്സിൻ്റെ ഗുളിക കൊടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടുണ്ട്. അങ്ങനെ നസ്രുവിന് പനി വന്നിട്ട് 2-3 ദിവസം അങ്ങനെ ടെൻഷനായി. പിന്നെ ആർക്ക് പനി, നമുക്ക് പനി വന്ന് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതാ രാത്രിക്ക് നമ്മൾ ഉണ്ടാക്കിയതില്ലേ ചിക്കൻ സുക്കവും പിന്നെന്താ പുഡിങ്ങപ്പം എന്ന് പറഞ്ഞിട്ടില്ല, അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിറ്റേ ദിവസം ഞാൻ റെഡിയാക്കി എന്താ പറയുക, നമുക്കൊരു ചൈനീസ് സ്റ്റൈലിലൊരു പ്ലേറ്റ് സെറ്റാക്കുന്ന കാണിക്കാം. ചൈനീസ് ഫുഡാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാനൊരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ ഓരോന്ന് കാണിച്ചു തരാം, എല്ലാം നിങ്ങൾ കാണിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ടൈം ആണ് പ്രശ്നം. മാഷാ അല്ലാ ഇത്ര ടൈം കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് നേരെ ഒന്ന് സെറ്റാക്കിയിട്ട് റെസിപ്പി കാണിക്കാനൊന്നും ടൈം കിട്ടുന്നില്ല അറിഞ്ഞാൽ, അതാണ് പ്രശ്നം. അപ്പോൾ അതാ ചൈനീസ് വീഡിയോയിലെല്ലാം നമ്മൾ കാണുന്നില്ലേ നല്ല ചേൽക്ക്. ഇതിൻ്റെ ഇടയിലില്ലേ ഒരു കുക്കുംബറും ക്യാരറ്റും വെക്കാൻ എനിക്ക് മിസ്സായി പോയി അറിഞ്ഞാൽ, അതും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ന്യൂഡിൽസിലേക്കില്ലേ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് ഡെക്കറേറ്റാക്കി. പിന്നെ ബുൾസൊക്കെ കുരുമുളക് ഉപ്പ് ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഒരു ഗ്രീൻ പീസിൻ്റെ ഫ്രോസൺ ഗ്രീൻ പീസില്ലേ 2-3 ഇട്ട് കൊടുത്ത് പിന്നെ ജസ്റ്റ് മാംഗോവും ബത്തക്ക ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ആക്കിയതാണ്. അങ്ങനെ അതെല്ലാം നമുക്ക് കഴിച്ചിട്ടായിട്ടില്ലേ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഈ സീറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വരെ ടൈം കിട്ടിയിട്ടില്ല. ഇതെന്താ പറയുക മുട്ടപ്പായം, ഇതിൻ്റെ ഷെയ്ക്ക് അടിച്ചെങ്കിലേ ആ മക്കളെ എന്തോ ഒരു ടേസ്റ്റ്. മുട്ടപ്പായം ചിലർക്കറിയാം, പക്ഷെ ഒരാൾക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. അവക്കാടോ മുട്ടപ്പായോ മാംഗോ എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഉണ്ട്. മുട്ടപ്പായം ഇച്ചാൻ്റെ പളുപ്പിൽ തന്നെ ആയതാണെന്ന് അറിയാം. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കയറ്റാം എല്ലാം. എന്നിട്ട് ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും നോമ്പുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ചെറുങ്ങനെയുള്ള പണിയെല്ലാം തീർക്കാൻ നിൽക്കില്ലേ. ഇതാ ഒരു കുടന്നയില്ലേ പാത്രങ്ങൾ വരെ വെക്കാൻ ടൈം കിട്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ നമുക്ക് ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് കാലിയാക്കിയിട്ട് എടുക്കാം. ഈ ബോട്ടിലെല്ലാം കുടന്നല്ലാതില്ലേ ഇതിലൊന്നും ഇട്ട് വെക്കാനും ടൈം കിട്ടിയിട്ടാണ്. അപ്പോൾ അതിനെല്ലാം ഞാൻ ഓരോരാളെ ഏൽപ്പിച്ചിന്, തന്നൂനെ മിന്നുനെ മാപ്പള്ളിയും എല്ലാവർക്കും ഓരോരോ പണി കൊടുത്തിന് അതിനെല്ലാം. അങ്ങനെ എല്ലാവരും ഓരോരോ പണി എടുക്കുന്നുണ്ട്. ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്ത് മാഷാ അല്ലാ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാകുമ്പോൾ ഒരു സമാധാനമായി. പുറത്തെ കിച്ചൺ എത്ര കച്ചറയാണ് നമുക്കൊരു സംഭവമല്ല, പക്ഷെ ഉള്ളിലത്തെ കിച്ചൺ കച്ചറായിട്ടാകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു പിക്കറാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താ അറിയോ, ഞാൻ ഇലയപ്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻസ്റ്റയിൽ തന്നെ ഇട്ടിട്ടുണ്ടേ, യൂട്യൂബിൽ ഇട്ടിട്ട് തോന്നുന്നു. അപ്പോൾ ഇലയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും നമ്മൾ കാസർഗോഡുകാർക്കറിയാം. എന്തെല്ലെങ്കിൽ തേങ്ങയും വെല്ലയും ഇട്ടിട്ടില്ലേ വേവിച്ചിട്ട് അതിന് ശേഷം ഒരിത്തിരി ഇലക്ക ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് വേവിച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇല്ലേ നമ്മളെ ചോറിൻ്റെ അരിനെ പൗത്താണ് ഫസ്റ്റ്. എന്നിട്ട് നല്ല പാങ്ങല അരിച്ചിട്ട് പുതുക്കിയിട്ട് ഇലയിൽ നിരത്തിയിട്ട് വെച്ചിട്ട് ഈ പൊണ്ടം വെച്ചിട്ട് മടിക്കുന്നത് നമ്മളെ ചൂടലപ്പം റെഡി. ഓക്കെ, അതിന് ഇലപ്പം ഉണ്ടാക്കുന്ന എളുപ്പം വീഴും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിലില്ലേ ഞാൻ ബ്രെഡ് പുഡിങ് അതും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും കൂടെ നോമ്പുണ്ട്. മുഹറം 9
തോന്നുന്നു കുറേ സൈലൊന്നും പോയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മറന്നിട്ടുണ്ട്. പക്ഷെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്, ഉള്ള വീഡിയോ ഡിലീറ്റ് ആക്കാനും മനസ്സിലായിരുന്നില്ല. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് വെറുതെ ഡിലീറ്റ് ആക്കണ്ടല്ലേ. ഞാൻ എല്ലാം അപ്ലോഡ് ആക്കുന്നുണ്ട് ഇന്ന് തന്നെ. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എന്നാലും നിങ്ങൾ ബോറാണെങ്കിൽ സ്കിപ്പാക്കി നോക്കാവാ. ഇല്ലെങ്കിൽ നല്ല മജയുണ്ട് നോക്കാൻ, ഇങ്ങനെ നോക്ക് അവ. അപ്പം അങ്ങനെ ഞാൻ ഈ ഇൻസ്റ്റയിലിട്ടതുകൊണ്ട് തന്നെ ഒരു ഉമ്മ ഇങ്ങനെ മെസ്സേജ് അയക്കും നിങ്ങൾക്ക്, നമ്മൾ തന്നെ കസ്റ്റമറാണ്. അപ്പോൾ മോൾക്ക് വീഡിയോസ് എല്ലാം നിൻ്റെ കാണുന്നത്, എനിക്ക് കാണുന്നില്ല മോളെ, നീ എന്താ വീഡിയോ ഇടാതെ, അതെന്താ ഓക്ക് മാത്രം കാണുന്നതെന്നല്ലോ. ഇത് ഇൻസ്റ്റ മോള് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടാവും, ഉമ്മ ആക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർക്ക് കമൻറ്റ് റിപ്ലൈ ആക്കിയിന് വാട്സപ്പിൽ, വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണും, ഞാൻ നാളെ തന്നെ ചെയ്യുന്നുണ്ടെന്നില്ല ചെയ്തിട്ട് പറഞ്ഞിട്ട് 4-5 ദിവസമായി ഇതുവരെ ഇടാനിട്ടാ. അപ്പോൾ ഒരിക്കലും ഇരിക്കുന്നത് രാവിലത്തെ ആ ഒരു ടൈം ഒരു 5 മിനിറ്റത്തെ വീഡിയോ ഔട്ടിട്ട് പോകാമെന്ന്, പിന്നെ ടൈം കിട്ടുന്നേല എങ്ങനെ നോക്കിയെങ്കിലും അങ്ങനെയാണ് ഇടാൻ കഴിയാത്തത്. പിന്നെ കുറേ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് നമുക്കില്ലേ റെസിപ്പി തരുമോ തന്നെയാണ് ചോദിക്കുന്നത്. ഇൻഷാല്ലാ റെസിപ്പി കാണിക്കാം. പക്ഷേ അതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടുന്നതിൻ്റെ എല്ലാ റെസിപ്പിയും നിങ്ങൾ യൂട്യൂബിൽ ചെക്കാക്കിയെങ്കിൽ എല്ലാം കാണുക. മുമ്പത്തെ വീഡിയോസിലും ഇപ്പോഴത്തെ വീഡിയോസിലും ഇടയിലുള്ള വീഡിയോസെല്ലാം ചെക്കാക്കിയെങ്കിൽ നമ്മൾ റെസിപ്പി പെരുന്നാൻ്റെ ഒപ്പങ്ങളുള്ള റെസിപ്പി എല്ലാം ഇല്ലേ, അതെല്ലാം യൂട്യൂബിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ചെക്കാക്കിയിട്ട് ഉണ്ടാക്കുക. നമ്മൾ ചെയ്യുന്ന റെസിപ്പി അങ്ങനെ കുറേ കഷ്ടമുള്ളത് ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. എൻ്റെ വീഡിയോ നോക്കുന്ന നമുക്കറിയാം അധികം നാടൻ ആൾക്കാരാണ് ഇങ്ങനെ. അപ്പോൾ ഓറയിൽ വെറൈറ്റി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ തന്നെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നതും. എല്ലാവരുടെ പുരയിലും എല്ലാ പുരയിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള റെസിപ്പി തന്നെയാണ് അധികം ഞാൻ കാണിക്കൽ. പിന്നെ നമ്മൾ ചിരപ്പലയില്ലേ നമ്മളെ ചിരവ നല്ല പറയും, നമ്മൾ ചിരപ്പലെന്നല്ലേ അതിൻ്റെ കണ്ടിട്ട് ഇടുന്ന് മേങ്ങിയ എത്ര റേറ്റ് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയുമോ എന്നല്ല ചോദിക്കുന്നുണ്ട്. അതിന് അത് നമ്മൾ മേങ്ങിയത് ഒരുപാട് മൈക്രോടക്കുന്നാണ് മേങ്ങിയത്. കാസർഗോഡ് കുമ്പളിയിലാടെ എല്ലാം ഉണ്ട് ചിരവല. പിന്നെ 3 സംതിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചരിച്ചതാണ് നല്ലത്, സ്പീഡുള്ളതാണ് നല്ലതെന്നല്ല ചോദിക്കുന്നുണ്ട്. ആ ചരിവുള്ളതില്ല ഇങ്ങനെ അതാരും മേങ്ങിയിട്ടുണ്ട്, അത് അത്ര യൂസ് ആകുന്നില്ല തോന്നുന്നു. പിന്നെ ഓവർ സ്പീഡുള്ളതും അങ്ങനെ അതും വേങ്ങണ്ട. നമ്മളെ കൈക്കെല്ലാം ഭയങ്കര ഇതാണ് ബുദ്ധിമുട്ട്. നോർമലുള്ളത് തന്നെ കാണിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ചിരപ്പല മേങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് സാധാരണ പോകുന്നത് കുറച്ച് സ്ലോ ആയെങ്കിലും പ്രശ്നമില്ലാണ്ട് ചരിച്ചിട്ടെടുക്കാൻ കഴിയുന്നു അങ്ങനെ. പിന്നെ നമ്മൾ ആ മറ്റേ കല്ലിലരക്കും പോലെ ആവില്ല, ഇത് കുറച്ച് വെയ്റ്റ്ലെസ് അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ മുറുക്ക പിടിച്ച് നിൽക്കണം ഒരു കയ്യിൽ. എന്നാലും ചിരക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നാലോട്ടം നമ്മൾ ചരിച്ചിട്ടാൽ അത് ഭേദമാണ് അങ്ങനെ. ഞാനിപ്പോൾ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കണ്ടില്ലേ, ഞാൻ പാല്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, കസ്റ്റർഡ് പൗഡർ ഇത്ര ഇട്ടിട്ട് മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുത്തിന്. അതിലേക്ക് റോസ്റ്റാക്കിയ ബ്രെഡില്ലേ, ബട്ടറിലാ മറ്റേ റോസ്റ്റാക്കുക. എന്നിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തിട്ട് അതിൻ്റെ സൈഡുള്ള ബ്രെഡിൻ്റെ സൈഡ് 4 കട്ടാക്കിയിട്ട് എടുക്കണം. തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സെറ്റാക്കിയ കസ്റ്റർഡ് ഇതില്ലേ ബാറ്റർ, അതിനെ കൂട്ടി കൊടുത്തിട്ട് കാഷ്യൂയാ പിസ്തയാ ബദാമ നമ്മളെ കയ്യിൽ എന്തുള്ളത് അത് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുക. ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെക്കാം. ഓക്കെ, നോമ്പ് തുറക്കുന്ന ടൈമാകുമ്പോൾ എടുക്കാം നമുക്ക്. ഞാൻ ഈ നോമ്പിന് തന്നെ ഇല്ലേ കുറച്ച് ഐറ്റംസ് എല്ലാം സെറ്റാക്കിന്, എന്തില്ലെങ്കിൽ ഓരോ നാട്ടിലുണ്ടാവലില്ല അധികം നോമ്പിന്. അപ്പോൾ ഇപ്പോൾ വന്ന പാടായതുകൊണ്ട് നമുക്ക് നല്ല മജയായി റംസാൻ പോലെ തന്നെ. അങ്ങനെ പുള്ളറെല്ലാം എല്ലാവരും നോമ്പ് നോക്കിയിട്ടുണ്ടായിന്. എല്ലാവർക്കും നോമ്പുള്ളത് കൊണ്ട് തന്നെ ഒരു നോമ്പ് കാലം പോലെ തന്നെ ഉണ്ടായിന്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലോ എന്നിട്ടില്ലേ നല്ല സെറ്റപ്പിൽ തന്നെ നോമ്പറക്കും പോലെ തന്നെ ആക്കിയിട്ടുണ്ടായിന്. റംസാൻ മാസത്തിലാക്കും പോലെ തന്നെ ആക്കിയിട്ടുണ്ടായിന് അങ്ങനെ. ഓക്കെ, അപ്പോൾ ടിന്നിലെല്ലാം ഇല്ലേ ഇത് ഇട്ടേക്കുന്ന അറിയോ, തന്നവും മാപ്പിളയാന്ന് പറഞ്ഞാൽ അസുറുമല്ല മാപ്പിള. ഓക്കെ, ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇഷ്ടമില്ലേ. ഓറാടെ അത് സെറ്റാക്കുമ്പോൾ ഞാനിടെ എല്ലാപ്പം ചൂടുന്നുണ്ട്, വേറെ എന്തെങ്കിലും ഓരോന്ന് പണിയെടുക്കുന്നുണ്ട്, പുഡിങ് ആക്കുന്നുണ്ട്, സർവത്താക്കിയിട്ട് വെക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അലാപ്പത്തിനുള്ള ബാറ്ററി ഞാൻ റെഡിയാക്കിന്. ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചോറിൻ്റെ അരി ഇല്ലേ, ചോറിൻ്റെ അരി അരിച്ചിട്ട് പുതുക്കിയിട്ട് ചൂടലാണ്. ഇത് വേണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറിൻ്റെ അരിയില്ലേ, നമ്മൾ 10 ചൂടുന്ന സ്റ്റോറിൻ്റെ അരിയിൽ വരക്കാം. സ്റ്റോറിൻ്റെ അരി പൊത്തിയിട്ട് ഇതുപോലെ തന്നെ അരിച്ചിട്ട് പിന്നെ പുതുക്കിയിട്ട് ഇങ്ങനെ പരത്തിയാൽ മതി. ഇതിപ്പോൾ പണ്ടത്തെ ഞങ്ങൾ എടുത്തോറും ഉമ്മമാർ എൻ്റെ മാപ്പിളുടെ ഉമ്മല്ലേ നല്ല ചിലക്ക് വരയ്ക്കുന്നത്, നമുക്ക് അത്ര ഫിനിഷിങ് വരുന്നില്ല നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിനും വേണ്ടിയിട്ടില്ലേ നമ്മൾ എളുപ്പം വഴി ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തെന്ന്. അതാ എല്ലാം പരത്തിയിട്ടുണ്ട്. നമുക്കിൻ്റെ മുകളിലൊക്കെ പണ്ടം വെച്ച് മടക്കി കൊടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 10, 20, 15 അങ്ങനെ എന്തോ അല്ല. അപ്പം ഞാൻ ചുട്ടെടുത്തിന് അങ്ങനെ ബേച്ചായി നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ പരത്തിയിട്ടും പണ്ടം വെച്ചിട്ടും മടക്കിയിട്ടും വെക്കാം. ലാസ്റ്റ് അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് ആവിയിൽ വയ്ക്കും.
ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റ് വേകുമ്പോൾ തന്നെ അല്ലെങ്കിൽ വെച്ചിട്ടാകുമ്പോൾ തന്നെ വെന്തിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈം ആയിട്ടുണ്ട്. തിരക്കിൽ പണി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സ്ലോയിൽ കാണിക്കുന്ന മാത്രമേ തിരക്കിലെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറലില്ലേ ഇങ്ങനെ കുറേ നേരം കിച്ചണിൽ പണിയെടുക്കുന്ന അലമ്പ് അതൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്പീഡിലെടുക്കാൻ ഒരു പഠിക്കായി നോക്കാം. എന്താ അച്ചീനില്ല ഇങ്ങനെ വെച്ചിട്ട് അമർത്തി, അച്ഛൻ്റെ ചന്തൊന്നും നോക്കണ്ട, അച്ഛനെ അമർത്തിയിട്ടില്ലതാ ഇങ്ങനെ വെച്ചെങ്കിൽ നല്ല എളുപ്പത്തിൽ സെറ്റാണ്. എല്ലാ സൈഡും തിന്നായിട്ട് തന്നെ വന്നിട്ടില്ലേ നോക്കിയാൽ, ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊണ്ടം വെച്ചിട്ട് വെച്ചാൽ എളുപ്പമായി, തിന്നായതുകൊണ്ട് നല്ല ടേസ്റ്റുമായി, അടിപൊളിയാണ് പോയി. അപ്പോൾ നമ്മുടെ റെസിപ്പി ആക്കുമ്പോൾ ഇല്ലേ ആ ഡസ്റൊരു റെസിപ്പി ആക്കുന്നുണ്ട്. എന്താ പറയുക, ബ്രെഡിനെ ചൂടാക്കി ഇന്ന് ഉള്ളിലത്തെ സൈഡ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാൻ, ബാക്കിയുള്ള അതിൻ്റെ സൈഡില്ലേ ആ സൈഡിനെ ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കണോ. ഫസ്റ്റ് ഒന്നും എടുത്തിട്ടില്ലേ അത് ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോയി. പിന്നെ രണ്ടാമത്തേന് ശരി അതിന് ആവിയിൽ വേവിച്ചതാണ്. ആവിയിൽ വേവിച്ചിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നേരെ വന്നിന്. ഇതിങ്ങനെ ചുരുട്ടിയിട്ടില്ലേ ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി കൊടുത്തിട്ടായിട്ടില്ലേ ബട്ടറിൽ ഫ്രൈ പാനിൽ ബട്ടർ വെച്ചിട്ട് അതിലേക്ക് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിൽ ചോക്ലേറ്റ് അതിൻ്റെ മുളക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടായിട്ട് ഒരു ഇത്തിരി ഷുഗർ ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ടില്ലേ കഴിക്കാം. നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ. ഇത് മാപ്പിളുടെ റെസിപ്പിയാന്ന് പറഞ്ഞാൽ, അപ്പോൾ മാപ്പിള എപ്പോഴും നീ എന്നല്ല റെസിപ്പി കാണിക്കുന്നത്, എൻ്റെ ഒരു റെസിപ്പി കാണിക്കില്ലേ, അങ്ങനെ ആക്കിയതാന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ എന്തെല്ലോ പണിയെടുക്കുന്നുണ്ട് വേറെ ഇന്ന് 2-3 റെസിപ്പി ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഉണ്ടാക്കിയത് നോക്കട്ടെ. അല്ല പറഞ്ഞാണെങ്കിൽ ആ ബ്രെഡിന് തന്നെ ഒന്ന് ടോസ്റ്റ് ആക്കിയിട്ട് എടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും ഇങ്ങനെ എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ ഇതിലേക്ക് ചോക്ലേറ്റ് ഡിപ്പാക്കുന്ന കേൾക്കാം. അല്ലെങ്കിൽ ഒരു കവറിൽ ചോക്ലേറ്റ് ഇങ്ങനെ ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നങ്ങ് ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം പിള്ളേർക്കെല്ലാം കാണുമ്പോൾ ഒരു തിന്നാനൊരു മജ അതാണെന്നില്ല. ചെറിയ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ. അപ്പോൾ നിങ്ങളെ മക്കൾക്കെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഞാനൊരാളെന്നോട് ചോദിച്ചിട്ടുണ്ടായി നിങ്ങൾക്ക് ഫുഡിൻ്റെ ക്ലാസ് എടുക്കാൻ കഴിയുമോ, ഞങ്ങൾക്കെല്ലാം പഠിപ്പിച്ച് തരുമോ, നമ്മളെല്ലാം കൂടെ ഇട്ടാൽ ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നല്ല കുറേ നീണ്ടൊരു മെസ്സേജ് അതിന്. അപ്പോൾ ഫുഡിൻ്റെ ക്ലാസ്സെല്ലാം വിശ്വാസം നോക്കട്ടെ, അതെന്തോ നോക്കാം. പഠിപ്പിച്ച് തരാൻ എനിക്ക് ഇഷ്ടം തന്നെയാണ്, പ്രശ്നമില്ല. പക്ഷെ ടൈമാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആക്കാനുണ്ട്, അതിൻ്റെ എല്ലാം പറയാം. പിന്നെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാണ്ട് അങ്ങനെ. പിന്നെ ചോദിക്കുന്നത് എന്താ അറിയോ, ചോദിച്ചത് മറന്നു, നിങ്ങളോട് എന്തോ പറയണോ വിചാരിച്ച് മറന്നല്ലോ. പഠിച്ചാൽ ഇങ്ങനെയാണ് ഒരു ജസ്റ്റില്ലേ എന്ത് കാര്യം ഒരു ഭയങ്കര മറിയും. കിച്ചണില്ലേ എന്തെങ്കിലും എടുക്കാനല്ലേ സ്റ്റോർ റൂമിലേക്ക് പോകുന്നത്, സ്റ്റോർ റൂമിലേക്ക് എത്തുമ്പോൾ ഇല്ലേ അവിടെ ഇങ്ങനെ ഓർമ്മിക്കുന്നത് എന്തിനാ ഞാൻ സ്റ്റോർ റൂമിലേക്ക് വന്ന എന്തെടുക്കാൻ. ബൈലോട്ട് കിച്ചണിലേക്ക് എത്തിയിട്ട് ഓർമ്മിച്ചിട്ടാണ് ബൈലോട്ട് ഓർമ്മയാണെങ്കിൽ അങ്ങനത്തെ എല്ലാം മറവിയാന്ന്. അതായത് ഈ ആൾക്കാർക്ക് ഉണ്ടാകുന്നല്ലോ പെണ്ണുങ്ങൾക്കെല്ലാം. നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നത് എന്തോ എടുക്കാൻ, ഫ്രിഡ്ജ് തുറന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തിനിപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് ബൈലോട്ട് ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് അടുത്തേക്ക് തന്നെ എത്തിയിട്ടാകുമ്പോൾ ബൈലോട്ട് ഓർമ്മ വന്ന് എന്നിട്ട് എടുത്തോണ്ട് പോകുന്നത്. അങ്ങനത്തെ നല്ല കഥ. പിന്നെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായി കൈച്ചീനെടുത്തോ വളം എടുത്തോ കാണുന്നില്ലല്ലോ ഇട്ടില്ലേ കമൻറ്റിൽ ഞാൻ കണ്ടിന്, ഞാൻ റിപ്ലൈ ആക്കിയിട്ടില്ല. എന്ത് കഥയെന്നറിയോ, ആങ്ങളുടെ മങ്ങലോ കുഞ്ഞുമാൻ്റെ എല്ലാവരും മങ്ങലും ഉണ്ടല്ലോ, അതിനും വേണ്ടിയിട്ടില്ലേ നമ്മളെ കയ്യിൽ ഡെയിലി യൂസിൻ്റെതല്ലേ പുകയും കരിയും മൈദ്യവും പൊട്ടുന്നില്ല എനിക്ക് എല്ലാ സംഗതിയും അതിലുണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് എന്താക്കാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായി. കഴിക്കാൻ കൊടുത്തിട്ട് കുറേ ദിവസമായി മേങ്ങാൻ ഇടത്തോളം പോകാൻ കഴിഞ്ഞിട്ടില്ല, ടൈമും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ വെക്കാം. പിന്നെ ഞാൻ തിരിച്ച് ഇപ്പോൾ കൊടുത്താൽ ഞാൻ എന്തായാലും കൈക്ക് വെച്ചിട്ടാകുമ്പോൾ ബൈലോട്ട് പുക പിടിച്ചിട്ടാകുമ്പോൾ കച്ചറാവും. മംഗലാവാനാകുമ്പോൾ കല്ലിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ എൻ്റെ മേങ്ങാനെല്ലാം പോകണം. കാസർഗോഡ് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഇനിയെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്, പക്ഷേ അതിൽ ഗോൾഡിൻ്റെ പീടിയൊക്കെ കയറാൻ ടൈമേ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോലെ പുള്ളന്മാർക്കുള്ള ഷോപ്പിങ്, എൻ്റെ ഷോപ്പിങ്, സാരി, ഡ്രസ്സ്, ചപ്പൽ, ഇങ്ങനെ എന്തെല്ലോ തിരക്കാന്ന്. അപ്പോൾ പിന്നെന്ത് അങ്ങനെ എന്നിട്ടാ ഇതിൻ്റെ ഇടയിൽ ഞാനില്ലേ നോമ്പറക്കാനായിട്ടുണ്ട്. ടേബിളെല്ലാം നമുക്ക് സെറ്റാക്കിയിട്ട് വെക്കാം. ഈ ചിക്കൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, ആ ചിക്കനും പിന്നെ ചിക്കന് കൂട്ടിയത് ചപ്പാത്തിയാണ് എന്തോ കൂട്ടീന് ഓർമ്മയില്ല. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. റെസിപ്പി കാണിച്ചിട്ടാന്ന് ഓർമ്മയില്ല. എന്താ പറയുക, ചോളത്തിന് ഇങ്ങനെ പീസാക്കിയിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് കുക്കറിൽ ഫസ്റ്റ് വേവിക്കാം. പീസാക്കിയിട്ട് അതിൻ്റെ ഇതൊന്നും കളയണ്ട, ഫസ്റ്റ് ഇരിക്കട്ടെ പയ്യ കയ്യിൽ കളയാ തിന്നുമ്പോൾ
വെന്തതിന് ശേഷം ഇല്ലേ ഒരു ഫ്രൈ പാനിലേക്ക് ബട്ടർ ഇട്ടിട്ടില്ലേ അതിലേക്ക് മൈദ പിന്നെ കുറച്ച് കുരുമുളക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം കൂട്ടണം മൈദക്ക്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. ഫസ്റ്റ് കട്ട കിട്ടും, നിങ്ങൾ പഠിക്കേണ്ട, ചെറിയ തീയിൽ വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് വെള്ളമായിക്കൊണ്ട് വരും, കുറച്ച് വെള്ളം കൂട്ടിയാൽ മതി. എന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടായിട്ടില്ലേ ഒരിത്തിരി ഞാൻ എന്തിട്ടിനെന്ന് അറിയുമോ ഉപ്പും കുരുമുളക് മൈദ ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ കുറച്ച് വെള്ളം കൂട്ടി നല്ല തിളക്കുമ്പോൾക്ക് ഒരിത്തിരി മുളക് പൊടി പിന്നെ കെച്ചപ്പ് ഇല്ലേ കെച്ചപ്പ് ഇട്ട് കൊടുത്തിന്. അത് ലാസ്റ്റായിട്ട് തിളക്കുമ്പോൾ എനിക്ക് ചീസില്ലേ ചീസ് ഇട്ട് കൊടുത്തിന്. ചീസും സംഭവങ്ങളെല്ലാം ഇട്ടിട്ടായിട്ടില്ലേ നമ്മൾ വേവിച്ച് വെച്ച ഇതില്ലേ കോണ്, ആ കോണിലേക്ക് ഇട്ടിട്ട് കഴിക്കാനില്ല നല്ലൊരു വേറെ വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ കോണ് വേവിച്ചിട്ട് കഴിച്ചിന്, അതിലേക്ക് ഉപ്പും പെപ്പർ ഇട്ടിട്ട് കഴിച്ചിന്, ഉപ്പും മസാല ഇട്ടിട്ട് കഴിച്ചിന്, വെറും പെപ്പറും ബട്ടർ ഇട്ടിട്ട് കഴിച്ചിന്, അങ്ങനെയുള്ള കഴിച്ചിന്. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന്. പക്ഷെ മെയിൻ എന്താ പറയുക, ചൂടോടെ കഴിക്കണം. ചൂടാരെങ്കിലും വാങ്ങില്ല, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ എരിവും ആ ഒരു ഇതും നല്ലൊരു ചീസി ആയിട്ടില്ലേ ബട്ടറിൻ്റെ ഒരു സ്മെല്ലും മറ്റേ നമ്മളെ കെച്ചപ്പിൻ്റെ ഒരു ഫ്ലേവറെല്ലാം വന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം. ഇതിങ്ങനെ കാണുന്നല്ലേ, വേറെ ഒന്നുമില്ല ഇതിൽ വെറൈറ്റി ആയിട്ടുള്ളത് ചീസും ബട്ടറും തന്നെയാണ്. നിങ്ങൾ ചീസും ബട്ടറല്ലല്ലോ ഒരു പാക്കറ്റ് ഫ്രിഡ്ജിൽ കൊണ്ടുവന്നിട്ട് വെക്ക്. അതൊരിക്കലും നിങ്ങൾ ചെല്ലോ അതോ അത്ര പൈസ ഉണ്ട് ഞങ്ങളെല്ലാം മേങ്ങാനും. പക്ഷെ ഒരിക്കൽ കൊണ്ടുവന്നെങ്കിൽ അത് കുറേന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു മാസമല്ല ഫ്രിഡ്ജിൽ വെക്കുന്നൊന്നും പ്രശ്നമില്ല അറിഞ്ഞാൽ നമുക്ക്. പിന്നെ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ബേ തീരുന്നു. നിങ്ങൾക്ക് അതിനാട്ടി ഫ്രിഡ്ജിൽ സ്റ്റോറാക്കാം. നമുക്ക് കുറേ ഉണ്ടാകുന്നു വെച്ചെങ്കിൽ. അപ്പോൾ അതാ നല്ല ഇങ്ങനെ ചീസി ആയിട്ടില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൻ്റെ മഴയും കാര്യങ്ങളെല്ലാം അല്ലേ, അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇത് മുഹറം 8 നോമ്പ് തുറ. 8 കഴിഞ്ഞിട്ടില്ലേ 9 നോമ്പ് തുറ നമ്മൾ തുറന്നത് മാമാരുടെ. അത് കഴിഞ്ഞ് 10 നോമ്പ് തുറ നമ്മളെ പോലെ തന്നെയാണ് തുറന്നത്. അപ്പോൾ ബ്രെഡ് പുഡിങ്, ഇലപ്പം, ജ്യൂസ്, പിന്നെ എന്തുണ്ട് ഈ ആ ഒരു കോണ്ട സംഭവം, പിന്നെ യസ്രുവിൻ്റെ റെസിപ്പി, ഇതെല്ലാം കൂട്ടിയിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഞാനും മാപ്പിളയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്നുള്ളൊരു നോമ്പ് തുറ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ച് പിന്നെ അന്ന് പിന്നെ ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫുഡെല്ലാം കഴിച്ചിട്ടില്ല. അതിന് ശേഷം എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പിറ്റേ ദിവസവും 9 അന്നാണ് മാമാൻ്റെ പോകുന്നത്. അതങ്ങനെ രാവിലെ ഒന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കുറച്ച് തിരക്ക് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ പോവാങ്ങി തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മാമാൻ്റെ പോകുമ്പോൾ നമ്മൾ എല്ലാവരും പോയതാണ്, ഉമ്മ ബാബി അനിയൻ്റെ ഓള് എല്ലാവരും. അങ്ങനെ ആടെ പോയിട്ട് ഇനി പിന്നെ നമുക്ക് അടുത്ത വിശേഷങ്ങളെല്ലാം കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അല്ലേ ഇപ്പോൾ നല്ല ഇഷ്ടമല്ലേ, ഇപ്പോൾ അധികാരം ചെയ്യാതെയും കാണാതെയും കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം. ഇതിൻ്റെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമുക്ക് കുറേ ആൾക്ക് കമൻറ്റ് ഇട്ട് ഞാൻ ഇടുന്നിട്ട് ഞാൻ കുറേ ഓർഡർ കൊടുത്തിനറിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞ കണക്ക് ബാബി ഉണ്ടായില്ല, ബാബിക്ക് എന്തോ സുഖമില്ല പറ്റുമ്പോൾ എന്നിട്ട് ബാബി വന്നിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ പോകുന്നെങ്കിൽ എല്ലാവരും അധികം ഒന്നിച്ചിട്ട് തന്നെ ഇങ്ങനെ ഫാമിലീൻ്റെ അടുക്കല്ല പോകുന്നത്. അപ്പോൾ ഒരാൾ മിസ്സായെങ്കിൽ നമുക്കൊരു കിരക്കര വണ്ടീൻ്റെ ഉള്ളിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല വജാന്ന് പോകാൻ. അങ്ങനെ അതാ ഞാൻ മക്കളും എല്ലാവരും ഇറങ്ങിനെ. മെഹദിന് ഷൂ എല്ലാം ഇട്ടിട്ട് അയച്ചിട്ടില്ലേ, ഷൂനെല്ലാം താഴെട്ടിട്ട് അതിനറിഞ്ഞ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ തന്നുവിൻ്റെ വാച്ച് പിടിച്ച് ചേർന്നിട്ട് അങ്ക് കെട്ടുന്നല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും ബിസി ആയിക്കൊണ്ട് പോകുന്നുണ്ട്. ഏകദേശം ഇല്ല ഇപ്പോൾ എത്ര മണിയെന്നറിയോ, ഏകദേശം 6 മണിയേന് ആച്ചിൽ എനിക്ക് ഓർഡർ ഉണ്ടായിനിത്. അന്ന് തന്നെ എനിക്ക് കട്ട്ലൈറ്റും ഉന്നക്കായെല്ലാം ഓർഡർ ഉണ്ടായിന് കുറച്ച് ദൂരത്തേക്ക് ചുക്കി അങ്ങോട്ടേക്കെന്തോ. അത് ഡെലിവറി ആയതിന് ശേഷമാണ് നമ്മൾ പോയത്. അപ്പോൾ എൻ്റെ ടൈം ഏകദേശം 6 മണി 6:15 എന്തോ ആയിന്. ഇപ്പോൾ ഏകദേശം ബാങ്ക് 7 മണിയാണെന്നില്ലേ കൊടുക്കാൻ. അതുകൊണ്ട് ഒരു 1/2 മണിക്കൂർ മുമ്പ് എത്തിന്. ഇല്ലെങ്കിൽ ഏടെ പോകുമ്പോൾ നമ്മൾ ലേറ്റ് എന്നല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓർഡർ ചെയ്തെല്ലാം തിരക്ക് തന്നെയല്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം സംഭവം. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ എത്തുമ്പോൾ അവിടെ എല്ലാം സെറ്റാണ്. ഇളമാൻ്റെ എല്ലാ മക്കളും പുള്ളിമക്കളും നിലയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അങ്ങനെ അമ്മായി കാക്കാവും ഇളമാൻ്റെ മക്കൾ എല്ലാവരും സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ടേബിളിലെല്ലാം ജ്യൂസ്, സമൂസ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ എന്തുണ്ടായിരുന്നു ഉള്ളിവജ, ന്യൂഡിൽസ്, പിന്നെന്താ എന്ത് തന്നെ ഓർമ്മയില്ല, എന്തെല്ലേ കുറേ സൈൽ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ. അതുകൊണ്ട് ശരിക്കും ഓർമ്മ വരുന്നേ ഇല്ല അറിഞ്ഞാൽ. അങ്ങനെ
അപ്പോൾ അതാ ജ്യൂസെല്ലാം സെറ്റാകുന്നുണ്ട്. ഒരു ഭാഗത്ത് അപ്പുറത്ത് കറികളെല്ലാം സെറ്റാകുന്നുണ്ട്. ഒരു ഭാഗത്ത് കാക്കയില്ലേ കട്ടാക്കിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം മാഷാഅല്ലാ കാക്ക അമ്മയിനെ നല്ല വാങ്ങൽ ഹെൽപ്പാക്കും. കാക്കാനിങ്ങനെ കാണണ്ട ഭയങ്കരത്തിൻ്റെ ഷെഫാന്ന് പറഞ്ഞാൽ സൗദിയിൽ അമേരിക്കൻ്റെ കമ്പനിയിലുണ്ടായ ഷെഫാന്ന് പറഞ്ഞാൽ മാഷാഅല്ലാ. അങ്ങനെ നല്ല നല്ല ഫുഡും ഐറ്റംസും കറികളും കാര്യങ്ങളെല്ലാം കാക്ക ഉണ്ടാക്കുന്നത്. ഡെക്കറേഷനെല്ലാം ഒരു വെറൈറ്റിയാണ് അവിടെ അമേരിക്കൻ കമ്പനിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം നിർത്തിയിട്ട് നാട്ടിൽ സെറ്റിലാന്ന്. അങ്ങനെ അമ്മായിയും അങ്ങനെ എന്നെ പോലെ തന്നെ ഫുഡെല്ലാം സെറ്റാക്കുന്ന ആളാണ്. നമ്മൾ ഈ ബിരിയാണി, അച്ചാർ, മുളക് പൊടി, പത്തൽ അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഒരുമാതിരി നമ്മളെ ഫാമിലിയിൽ കുറച്ച് ഫുഡിൻ്റെ ആൾക്കാർ തന്നെയാണ് അധികമുള്ളത് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ എല്ലാ ടൈം ആയിട്ടുണ്ട്, ഏകദേശം ടൈം ആയിട്ടുണ്ട്. മാഷാഅല്ലാ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കും. ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ റംസാൻ പോലെ തന്നെ ഉണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ ഫാമിലി ഉണ്ട്, കാക്കാമ്മായി ഉണ്ട്, അളമാൻ്റെ മക്കൾ 2 ആളുണ്ട്, മരുമക്കൾ 2 ആളുണ്ട്. അപ്പുറത്ത് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിക്കലാണ്. അങ്ങനെ പുള്ളന്മാരും വലിയ ആളും എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമല്ല അതിന് നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇടയിലൊരു ചായ കുടിച്ചിട്ട് പിന്നെ നാസ്റ്റാക്കുന്നതാണ്. പിന്നെ നല്ല അമ്മായിൻ്റെ നാടൻ ചാറും നാടൻ ഫ്രൈയും പിന്നെ എന്തോ ഉണ്ടായി എന്തോ കറി ഉണ്ടായി. പിന്നെ ബീട്രൂട്ട് വറവ്, മഞ്ഞത്തണ്ണി, ചിക്കൻ കറി, പിന്നെന്തുണ്ടായ എന്തെല്ലോ ഉണ്ടായിപ്പാ, എന്തെല്ലോ സംഭവങ്ങളുണ്ടായി. നല്ല അമ്മേൻ്റെ അച്ചാറുണ്ടായിന്. നല്ല അടിപൊളി അമ്മായി അച്ചാറുണ്ടെന്ന് പറഞ്ഞാൽ നാടൻ മാങ്ങ, പിന്നെ ചെറുപ്പുളി ആ വക ഐറ്റംസ് എല്ലാം. അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം ഒരു 11-12 മണി ആ ഒരു ടൈമായിരുന്നു നമ്മൾ പൊരുക്കെത്തുമ്പോൾക്ക്. ഒരാളെ അമ്മേൻ്റെ അവിടെ എത്തിയെങ്കിലേ ഞാൻ എൻ്റെ പിന്നൊന്നാണ് അമ്മായി വിഷയം പറയാൻ ഭയങ്കര വിഷയം. അങ്ങനെ നമ്മൾ വിഷയാക്കിയിട്ട് അളമ്മ എൻ്റെ മരുമക്കൾ എല്ലാവരും ഉണ്ടായല്ലോ. അവരെല്ലാം വിഷയാക്കിയിട്ട് വരുമ്പോൾ തന്നെ ടൈം നല്ല ലേറ്റായിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വന്ന് പിന്നെ വരുമ്പോൾ തന്നെ ഒരു 12 മണി അതിന് കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തോന്നുന്നു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഒന്ന് ടൗണിൽ പോകാനുണ്ടായിന്. നോക്കിയാൽ റോഡല്ലേ ഭയങ്കര ഹൈടെക്കല്ലേ, ഒരു മാംഗ്ലൂർ സ്റ്റൈലില്ലേ ഇപ്പോൾ കാണുമ്പോൾ. നമ്മളെ കുമ്പള, നമ്മളെ കാസർഗോഡ്, നമ്മളെ മൊഗ്രാൽ എന്നെല്ലാം കാണുമ്പോൾ പറയേ ഇല്ല അല്ലേ. ഇതിപ്പോൾ എടപ്പോ പുത്തൂറ അങ്ങനത്തെ എന്തോ സ്ഥലം. പക്ഷെ കാണുമ്പോൾ നോക്കിയാൽ ഏടോ മാംഗ്ലൂർ റൂട്ട് പോലെ ഉണ്ട്. ഇങ്ങനെ പറയലാന്ന്. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടില്ലേ ഈനാട്ടി ഹൈറ്റൊക്കെ അതിന് ഞാൻ നിങ്ങൾക്ക് പിന്നെ രാത്രി പോകുമ്പോഴേക്കില്ലേ നല്ല മജയാണ്. സ്ട്രീറ്റ് ലൈറ്റെല്ലാം ഒരു കുറേ ആയിട്ടില്ലേ നമുക്ക് നമ്മളെ നാട് പോലെ ഇല്ല. ഇപ്പം തന്നെ നോക്കി ഇടയിൽ എന്തുണ്ടാഞ്ഞേ ഓർമ്മന്നില്ല അല്ലേ. കുറേ വരയും കാര്യങ്ങളും സെറ്റപ്പും എല്ലാം ഉണ്ടായിട്ട് എല്ലാം പൊളിച്ച് നേരത്തിയിട്ടല്ലേ ഇപ്പോൾ റോഡാക്കിയത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഓർമ്മന്നില്ല മുമ്പ് എന്തുണ്ടായെന്നല്ലോ. അങ്ങനെയാണ് നമുക്ക് തന്നെ. ഒരിക്കൽ പോയ വഴി പിന്നെ ഒരിക്കൽ വരുമ്പോൾ ഇല്ല, ഒരിക്കൽ പോയ റൂട്ട് പിന്നെ ഒരിക്കലില്ല. ഭയങ്കര മാറ്റമായിനല്ലേ അത്. പിന്നെ നമ്മളെ ഫാമിലിയിൽ ആരോ മരിച്ചിട്ടുണ്ടായിന്. അങ്ങനെ മരിച്ചെടുത്ത് പോയിട്ടുണ്ടായി. നമ്മളെല്ലാവരും മരിച്ചെടുത്ത് പോയിട്ട് വന്നിട്ടായിട്ട് ജസ്റ്റ് ഒന്ന് സാധനമെല്ലാം ഒന്ന് തീർന്നിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം മേങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഷോപ്പിൽ കയറിയിട്ടുണ്ടായി. അതിൻ്റെ പമ്പസ്, കുറച്ച് ഐറ്റംസ്, നമ്മൾ ഓർഡർ ഐറ്റംസ് അങ്ങനെ എല്ലാം മേങ്ങാനുണ്ടായി. അപ്പോൾ ഇന്ന് മുഹറം 10-ൻ്റെതാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ലേറ്റായിന്. 5:30 മണിയെല്ലാം കഴിഞ്ഞിനെന്ന് തോന്നുന്നു, 6 മണി തന്നെ ആയിന് തോന്നുന്നു. ഏകദേശം 1 മണിക്കൂർ തന്നെ ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ ഇല്ലേ വലിയ കാര്യമായിട്ടുള്ള ഫുഡാക്കാൻ ടൈമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ അറിയാമോ, ഈ മാളിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഒരു വക എല്ലാം കൊണ്ടുപോയി. പിസ്സാൻ്റെ ബാറ്റർ, കുബൂസില്ലത്, പിന്നെ പിസ്സാൻ്റെ ബാറ്റർ, പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള എന്തോ കൊണ്ടുപോയിന്. 2-3 ഐറ്റം കൊണ്ടുപോയിന്. കുറേ ദിവസമായതുകൊണ്ട് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്നിട്ട് കൊണ്ടുപോയിട്ട് ചിക്കന് മറ്റ് സംഭവങ്ങളെല്ലാം ഇട്ടിട്ടില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കിയിന് 2-3 ഐറ്റംസ്. അതൊരു നോമ്പുറക്കുമ്പോൾ ഇല്ലെങ്കിൽ നമുക്കൊരു മജയില്ലല്ലോ. അങ്ങനെ റെഡിയാകുന്ന സംഭവങ്ങളെല്ലാം മേങ്ങിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ പുരിൻ്റെ അടുത്ത് തന്നെ JCB എന്തോ പണിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. മഹദിന് JCB. അങ്ങനെ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് വേണം JCB എല്ലാം കാണിച്ചിട്ടായിട്ട് വന്നതാണ്. ഞാൻ JCB എല്ലാം പിന്നെ കാണിക്കട്ടെ. 6 മണിയായി. നോമ്പുറക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വന്നതാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നിട്ട് പിന്നെ ബുർക്ക മാറ്റിയത് മാത്രം ഓർമ്മയുണ്ട്. കിച്ചണിലോട്ട് തന്നെ നേരെ കയറി ഞാനിപ്പോൾ മസാല ആക്കി നമ്മളെ പേസ്റ്റ് ഇതില്ലേ സോസ്, ബട്ടർ, മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു സോസ്, കെച്ചപ്പെല്ലാം ഇട്ടിട്ട് സോസാക്കിയിട്ട് അതിന് ശേഷം കുബൂസിൻ്റെ ബാറ്റർ കൊടുത്തിട്ടുണ്ട്. പിസ്സാൻ്റെ ബാറ്റർ. ആ പിസ്സാൻ്റെ ബാറ്റർ വെച്ചിട്ട് എനിക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടിട്ട് കുറച്ച് സോസ് ഇട്ട് ചീസിട്ട് അതെല്ലാം ഇട്ടിട്ട് ഒരു പിസ്സ മാതിരി സെറ്റപ്പാക്കി തട്ടിക്കൂട്ടി പിസ്സ എന്നല്ലേ അങ്ങനത്തെ ഒരു പിസ്സ ആക്കി. പിന്നെ വേറെ ഒന്നിപ്പോൾ ഉണ്ടാക്കിയ വേറെ 2-3 ഐറ്റംസ് ഉണ്ടാക്കി. പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ് അങ്ങനെയായിട്ടാണ് മുഹറം 10-ൻ്റെ നോമ്പ് തുറന്നത്. മാഷാ അല്ലാഹ് 3 നോമ്പ് തുറയും അടിപൊളിയാക്കി പറഞ്ഞാൽ അങ്ങനെ.
പിന്നെ ബണ്ണ് മേയിട്ടുണ്ടായിന് ബണ്ണിൻ്റെയൊക്കെ വെക്കാൻ നമുക്ക് ബർഗറിൻ്റെ പാറ്റിയില്ല അതും മേയിട്ടുണ്ടായി എല്ലാം ഫ്രോസൺ ഐറ്റംസ് തന്നെ എല്ലാം മേങ്ങിയിട്ട് ബെമ്പി ആക്കിയത് പിള്ളേർക്കെല്ലാം നോമ്പുള്ളല്ലേ പിള്ളേർക്ക് നോമ്പ് തുറന്നിട്ട് നമുക്ക് എന്തില്ല അങ്ങൊരു ബേജാറ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് മസാല നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറന്നതാണ് നമ്മൾ വരുമ്പോൾ 6 മണി ആയിനല്ലോ അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ മീനെല്ലാം മേങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ നങ്കില്ലേ പാപ്പാസ് നങ്ക് എന്ന് പറയും നമ്മളെ കാസർഗോഡ് മറ്റുള്ള ഇടത്തെല്ലാം എന്ത് പറയുന്നതെന്ന് അറിയാല അങ്ങനെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവേ അപ്പോൾ അതാ ബർഗർ റെഡി പിസ്സ റെഡി പിന്നെ നഗറ്റ്സിൻ്റെ എന്തോ ആക്കിനല്ലോ അതെന്ത് ഒക്കെ ഓർമ്മയില്ല എന്താക്കിയെന്ന് അങ്ങനെ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് അൽഹംദുലില്ലാ ഞാൻ മക്കളെല്ലാം നോമ്പ് തുറന്നിട്ട് അതിന് ശേഷം പിന്നെ രാത്രി കഴിച്ചത് ചപ്പാത്തിയും മീൻ കറിയും മീൻ ഫ്രൈയുമാണ് അതെല്ലാം കഴിച്ചിട്ടായിട്ട് ഇന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളെല്ലാം ഇല്ലേ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണം കമൻറ്റായിട്ട് തന്നെ ഇടാവേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കമൻറ്റിലിടാൻ നടക്കടാന്ന് അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ റീസണാന്ന് പറയുന്നത് ഒന്നും നടക്കടാക്കണ്ട നിങ്ങൾ ആര് കമൻറ്റ് ഇട്ടതെന്ന് ആർക്കറിയില്ല ഞാൻ എന്തിട്ടാലും ആരിട്ടത് ഏതിട്ടത് എങ്ങനെ ഇട്ടതൊന്നും അറിയില്ല എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ ചോദിച്ചോവേ നമുക്ക് ഈ വാട്സപ്പിൽ വരുമ്പോൾ റിപ്ലൈ ആക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാട്സപ്പിൽ നമുക്ക് ഈ ഓർഡറിൻ്റെതും അങ്ങനെ ഇങ്ങനെ എല്ലാം വരുമ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ഇത് വരുമ്പോഴല്ലോ കമൻ്റ് ആക്കിയാൽ നമ്മൾ പിറ്റത്തെ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാം റിപ്ലൈ തരാം ഓക്കെ പിന്നെന്താ അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാസ്റ്റാക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ വേറൊന്നുണ്ട് വേറൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നുൻ്റെ പല്ല് പോയിട്ടുണ്ടായിരുന്നു ഒരു പല്ല് പോകുന്നൊരു പ്രായമല്ലേ ആ പല്ലെല്ലാം പോയിട്ട് തീർന്നുമ്മാന്നല്ല ചെറുതുണ്ടായിരുന്നു പറഞ്ഞാൽ എന്താ ഇടയിലൊരു ഗ്യാപ്പ് വന്നിട്ട് എന്നിട്ട് ഇനെന്താക്കണം എന്നിട്ടിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ബാർപ്പിൻ്റെ മുകളിലേക്ക് എറിയി പുതിയ പല്ലേ പോയിട്ട് പഴയ പല്ല് വന്നിട്ട് അങ്ങനെ എറിഞ്ഞിട്ടില്ലേ അവൾക്ക് എറിയുന്ന ഒരു ഊക്ക് തേയുന്നില്ല അവളത് അങ്ങനെ ഈ ഗ്രിൽസിൻ്റെ മുകളിലേക്ക് തന്നെ കയറിയിട്ട് നേരെ പോയിട്ട് ബാർപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വന്നതാന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അന്ന് പല്ല് പോയത് അങ്ങനെ അപ്പോൾ എങ്ങനെ എറിയണ്ടേ എന്തിലെറിയണ്ടേ എന്നല്ല ഞാൻ ടിഷ്യൂവിൽ ഫുള്ള് പാങ്ങല പാക്കാക്കിയിട്ട് എറിയുന്നല്ല ചെല്ലി ആടുന്ന് എറിയുമ്പോൾ പിന്നെയും താഴോട്ട് തന്നെ വരുന്നുണ്ട് അങ്ങനെ ഗ്രിൽസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പൈലോട്ട് എറിഞ്ഞത് പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഭയങ്കര കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ അതെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പാക്കിയിട്ട് നോക്കിയോവാ ഞാൻ കുറേ വീഡിയോ ഉണ്ട് പെൻഡിങ്ങിൽ കിടക്കുന്നത് അപ്പോൾ കുറേ സൈലിടാതെ എന്നിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ ഇട്ടതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യവും കാണണ്ടേ എല്ലാ കാര്യവും അറിയണ്ടേ അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയത് ഇനി ഇൻഷാല്ലാ ഒരു 1/4 മണിക്കൂറിൻ്റെ 10 മിനിറ്റിൻ്റെ അങ്ങനെയുള്ള വീഡിയോയാണ് ഇരിക്കുന്നത് പക്ഷെ എന്നിരിക്കുന്നുണ്ട് എടുത്തിട്ടും വെച്ചിട്ടുണ്ട് അപ്ലോഡ് ആക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് ഇൻഷാല്ലാ നമ്മളെ ഫോളോവേഴ്സെല്ലാം ഇങ്ങനെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് യൂട്യൂബിൽ 7,000 ഇൻസ്റ്റാലും 7,000 ആയിട്ടുണ്ട് മാഷാ അല്ലാ 8ലേക്ക് ഏത് ഫസ്റ്റാണെന്ന് നോക്കുന്നത് യൂട്യൂബിലും ഇട്ടാവും ഇൻസ്റ്റാലും ഇട്ടാവും എന്നിട്ട് ഇങ്ങനെ നമ്മൾ നോക്കലാണ് മാഷാ അല്ലാ അങ്ങനെ കട്ടക്ക് ഇപ്പോൾ 2 ആൾ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ ഇന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായി അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നത് അപ്പോൾ നീ ഓർഡർ എടുക്കുന്നുണ്ട് നീ റെസ്റ്റ് എടുക്കലില്ലേ മുണ്ടാതിരിക്കുന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴല്ല ഞാൻ റെസ്റ്റ് എല്ലാം എടുക്കുന്നത് ഞാൻ ഉറങ്ങുന്നു ഉച്ചക്ക് ഉറങ്ങുന്നു എല്ലാം എടുക്കുന്നത് ഈ ഇടയിലിടയിൽ നിങ്ങൾക്ക് ചുടുന്ന മാത്രമല്ലേ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും പണി തന്നെ അങ്ങനെ അങ്ങനെയൊന്നുമല്ല എൻ്റെ ഉറക്കുന്ന ടൈമിൽ ഉറങ്ങും ഇരിക്കുന്ന ടൈമിൽ ഇരിക്കും പോകേണ്ട ടൈമിൽ പോവും അതിൻ്റെ ഇടയിൽ ഞാൻ പണിയെടുക്കും അങ്ങനെയല്ല പിന്നെ ഈ പണി മാത്രമല്ലേ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ പൊരയും കച്ചറൻ്റെ അപ്പുറത്ത് പീസാന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല ഓർഡർ എടുക്കുമ്പോൾ അത് പിന്നെ പ്രശ്നമില്ല ചേച്ചിയല്ലേ വരുന്നതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നതാ കുറേ നിങ്ങൾക്ക് എന്നെ ബോറായെന്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും മസ്റ്റാണ് ഒരു ഇമോജും കൂടെ ഉണ്ടോ നിങ്ങൾ ലൈക്ക് കമൻ്റായിട്ട് ഓക്കെ ആ കുറേ കമൻറ്റ് കാണുമ്പോൾ ഇല്ലേ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല എന്നത് മാഷാ അല്ലാ ലൈക്ക് ഇടുന്നുണ്ട് കമൻറ്റ് ഇടുന്നുണ്ട് എല്ലാം ഉണ്ട് എന്നാലും പിന്നെയും കൂടെ ഇട്ടുന്ന് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ റെസിപ്പി ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് എല്ലാ റെസിപ്പിയും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ചെക്കാക്കിയെങ്കിൽ കിട്ടും ഓക്കെ ഇതിലെന്നെ ഇപ്പം ഞാൻ 2-3 റെസിപ്പി നിങ്ങൾ കാണിച്ചില്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം നിങ്ങൾ നോക്കിയിട്ട് അതിന് അങ്ങനെ പുള്ളമാർക്കാക്കിയിട്ട് കൊടുക്കുക കുറേ വിഷയം പറയുമ്പോൾ ഇല്ലേ വിഷയം എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടാന്ന് സോറി അപ്പോൾ ഓക്കെ ബൈ അസ്സലാമു അലൈക്കും